ഹരി ഓം. 11-ാമത്തെ സ്തുതി ഗർഭസ്ഥ ജീവൻ്റെ ഭഗവസ്തുതി. ഇത് സ്കന്ധം 3-ൽ 31-ാമത്തെ അധ്യായത്തിൽ 12 തൊട്ട് 21 വരെയുള്ള ശ്ലോകങ്ങളാണ്. അധമപ്രവൃത്തികൾ കൊണ്ട് ജീവിതം നയിച്ചവൻ അന്ധതാമിശ്ര നരകത്തിൽപ്പെടും. ആ ജീവൻ പിന്നെ എല്ലാ തരത്തിലുള്ള ജീവികളുടെ ജന്മങ്ങളും എടുത്ത് അവസാനം വീണ്ടും മർത്യനായി ജനിക്കുന്നു. നരകങ്ങളിൽ വീണ് പീഡനങ്ങളേറ്റാൽ ചെയ്ത പാപമേ നശിക്കൂ, പാപവാസന നശിക്കുകയില്ല. വാസന നിൽക്കുന്നതുകൊണ്ട് വീണ്ടും അവൻ ഗർഭപാത്രത്തിൽ എത്തിച്ചേരുന്നു. അവന് 7-ാം മാസം മുതൽ ആ ജീവന് ബോധമുണ്ടാകും. അപ്പോൾ മുതൽ പ്രസവം വരെ ആ ജീവൻ കഴിഞ്ഞ ജന്മത്തിലെ തൻ്റെ കർമ്മങ്ങളെല്ലാം ഓർത്ത് ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് വർത്തിക്കുന്നു. സപ്തധാതുക്കളാൽ ബന്ധനും ദുഃഖിതനുമായ ജീവൻ ഇനി ഈ ഗർഭവാസം വരുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുന്നവനായി ദുഃഖപൂർണമായ വാക്കുകൊണ്ട് ഭഗവാനെ സ്തുതിക്കുന്നു. സ്തുതി കാണാം. ജന്തുരുവാച തസ്യോപസന്നമവിതും ജഗദിച്ഛയാ ആത്തനാനാതനോർഭുവി ചലച്ചരണാരവിന്ദം സോഹം വൃജാമി ശരണം ഹകുതോ ഭയം മേ യേനേദൃശിം ഗതിരദർശസതോനുരൂപ യസ്ത്വദ്രബദ്ധൈവ കർമ്മഭിരാവൃതാത്മാ ഭൂതേന്ദ്രിയാശയമയീമവലംബ്യമായാം ആസ്തേ വിശുദ്ധമവികാരമഖണ്ഡബോധം ആതപ്യമാനഹൃദയേ വസിതം നമാമി. യപ്പഞ്ചഭൂതരചിതേ രഹിതശരീരേ ഛന്നോ യതേന്ദ്രിയഗുണാർത്ഥചിദാത്മകോഹം തേനാവികുണ്ഡമഹിമാന ഋഷിം തമേനം വന്ദേ പരം പ്രകൃതിപൂരുഷയോ പുമാംസം. യന്മായയോരു ഗുണകർമ്മനിബദ്ധനേസ്മിൻ സാംസാരികേ പതിചരം സ്തദഭിശ്രമേണ നഷ്ടസ്മൃതി പുനരയം പ്രവൃണീതലോകം യുക്ത്യാ കയാ മഹദനുഗ്രഹമന്തരേണ ജ്ഞാനം യതേ തദതാത് കഥമസ്സദേവ സ്ത്രൈകാലികം സ്ഥിരചരേഷനുവർത്തിതാംശ തം ജീവകർമ്മപദവീമനുവർത്തമാന സ്ഥാപത്രയോപശമനായ വയം ഭജേമ. ദേഹന്യദേഹവിവരേ ജഡരാഗ്നിന അസൃഗ്വിൺമൂത്രകൂപപതിതോ വൃഷതപ്തദേഹ ഇച്ഛന്നിതോ വിവസിതും ഗണയൻ സ്വമാസാൻ നിർവാസ്യതേ കൃപണദീർഭഗവൻ കദാനു യേനേദൃശിം ഗതിമസോ ദശമാസ്യ ഈശ സംഗ്രാഹിതപുരുദയേന ഭവാദൃശേന സ്വേനൈവ തുഷ്യതു കൃതേന സദീനനാഥ കോ നാമ തത്പ്രതിവിനാഞ്ജലിമസ്യ കുര്യാത്. പശ്യത്യയം ധിഷണയാ നനു സപ്തവദ്രി ശാരീരകേ ദമശരീരപരസ്വദേഹേ യസൃഷ്ടയാ സന്തമഹം പുരുഷം പുരാണം പശ്യേ ബഹിർഹൃദി ച ചൈത്യമിവ പ്രതീതം. സോഹം വസന്നപി വിഭോ ബഹുദുഃഖവാസം ഗർഭാന്ന നിർജിഗമിഷേ ബഹിരന്ധകൂപേ യത്രോപയാത ഉപസർപ്പതി ദേവമായ മിഥ്യാമതിര്യതനു സംസൃതി ചക്രമേതത്. തസ്മാദഹം വിഗതവിക്ലവ ഉദ്ധരിഷ്യ ആത്മാനമാശു തമസഃ സുഹൃദാത്മനൈവ
ഭൂയോ യഥാ വ്യസനമേതദനേകരന്ധ്രം മാമേ ഭവിഷ്യതുപസാദിത വിഷ്ണുപാദ. സാരാംശം നോക്കാം. മൂഢനായ എനിക്ക് എൻ്റെ നീചകർമ്മങ്ങൾക്ക് യോജിച്ച ഗർഭവാസരൂപമായ ഈ ഗതി കാണിച്ചു തന്നത് ആരോ? ശരണാഗതരെ അനുഗ്രഹിക്കാൻ സ്വേച്ഛയാ അവതാരമെടുത്ത അങ്ങയുടെ ചരണാരവിന്ദം ഞാൻ ശരണം പ്രാപിക്കുന്നു. കൂട്ടിൽ കിളിയെന്ന പോലെ കുടുസായ ആ വയറ്റിൽ അനങ്ങാൻ കഴിയാതെ കഷ്ടപ്പെടുന്നു. അമ്മ കഴിക്കുന്ന എരിവും പുളിയുമുള്ള പദാർത്ഥങ്ങളുടെ രസം അതിനെ കഷ്ടപ്പെടുത്തുന്നു. ആ ശിശു തന്നെ ഈ സ്ഥിതിയിലിട്ട് കഷ്ടപ്പെടുത്തുന്ന ഭഗവാനെ സ്തുതിച്ചിട്ട് മേലിൽ ഇത്തരമൊരവസ്ഥ തനിക്കുണ്ടാകരുതെന്ന് അപേക്ഷിക്കുന്നു. ഏറെ ദുഃഖം സഹിച്ചുകൊണ്ട് ഗർഭത്തിൽ കഴിയുന്നവനാണെങ്കിലും ആ ഗർഭത്തിൽ നിന്ന് അന്ധകൂപതുല്യമായ ബാഹ്യലോകത്തിലേക്ക് വരാൻ ജീവൻ ആഗ്രഹിക്കുന്നില്ല. ബാഹ്യലോകത്തിൽ വന്ന ജീവനെ അങ്ങയുടെ ശക്തിസ്വരൂപിണിയായ മായ വന്ന് ബാധിക്കുന്നു. ഈ വിധം ശിശുത്വവും ബാല്യകാലവും അസ്വതന്ത്രനായി കഴിഞ്ഞ് പ്രായപൂർത്തിയിലെത്തുമ്പോൾ ഇഷ്ടപ്പെടുന്നത് കിട്ടായികയാൽ ഷണ്ഠ കൂടിയും അജ്ഞത മൂലം ആത്മാഭിമാനം വളർന്നും നാൾ കഴിക്കുന്നു. മായയിൽ മുങ്ങി സംസാരത്തിൽ മുഴുകുന്ന അവൻ കഴിഞ്ഞ ജന്മത്തിലെ അവസ്ഥകൾ വീണ്ടും ആവർത്തിക്കുകയായി. ഇങ്ങനെ ജനനമരണ ചക്രത്തിൽ അവൻ കുരുങ്ങിപ്പോകുന്നു. ഈ കുരുക്കിൽ നിന്ന് മോചനം ലഭിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ: ഭക്തിയോടെ ഭഗവാനെ ഭജിക്കുക. അതുവഴിയായി പരമമായ ജ്ഞാനം സമ്പാദിക്കുക. ഓം നമോ ഭഗവതേ വാസുദേവായ.